ഹലോ ഗൈസ്, MS Excel വീഡിയോസിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ഒരു വീഡിയോ വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്വാൻസ്ഡ് എക്സൽ ഫോർമുലാസ് ആയ ഈഫ്, നെസ്റ്റഡ് ഈഫ്, സം ഈഫ്സ് എന്നിവയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫോർമുലാസ് ആണ് ഇതൊക്കെ. കാരണം ഈ ഒരു ഫോർമുലാസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാനോ അതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാനോ സാധിക്കും. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ചിരുന്ന് കാണുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പം വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് നമ്മൾ പഠിക്കുന്നത് ഈഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ സീരിയൽ നമ്പർ, നെയിം, 5 സബ്ജക്റ്റിൻ്റെ മാർക്ക്, ടോട്ടൽ മാർക്സ്, പെർസെൻറ്റേജ്, പാസ്ഡ് ഔട്ട്, ഫെയിൽഡ്, ഈ രീതിയിലാണ് എക്സാമ്പിൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ ടോട്ടൽ മാർക്കാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഈക്വൽ ടു സം നമ്മൾ ഫോർമുല ഉപയോഗിക്കുക. എന്നിട്ട് നമുക്ക് ഇംഗ്ലീഷ്, മലയാളം, സയൻസ്, സോഷ്യൽ, മാത്സ് എല്ലാം കൂടി ആഡ് ചെയ്യാം. ടോട്ടൽ മാർക്ക് കിട്ടും. അവിടുന്ന് സൈഡിലെ സ്ക്വയറിൽ പോയി ഡബിൾ ക്ലിക്ക് ചെയ്യുക. എല്ലാവരെയും ടോട്ടൽ മാർക്സ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പെർസെൻറ്റേജ് ആണ്. അപ്പോൾ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ സിമ്പിളായിട്ട് പറയുന്നത് ഈക്വൽ ടു എവറേജ് എന്നുള്ള ഫോർമുല നമുക്ക് ഉപയോഗിക്കാം. AVE എവറേജ്. ഓക്കെ, എവറേജ് ബ്രാക്കറ്റിൽ അപ്പം 5 സബ്ജക്റ്റിൻ്റെ എവറേജ് എടുത്താൽ നമുക്കത് പെർസെൻറ്റേജ് തന്നെയാണ്. ആക്ച്വലി അത് പെർസെൻറ്റേജ് തന്നെയാണ്. ഓക്കെ, എല്ലാവരെയും പെർസെൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് പാസ്ഡ് ഔട്ട്, ഫെയിൽഡ് ആണ്. അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ട് പറയുന്നത് നേരത്തെ ഇവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പാസ്ഡ് ഔട്ട്, ഫെയിൽഡ് തീരുമാനിക്കും. അപ്പോൾ ഇവിടെ കണ്ടീഷൻ പറയുന്നത് പറഞ്ഞാൽ പെർസെൻറ്റേജ്, ഇവിടെ ഇപ്പോൾ നമ്മൾ ഓൾറെഡി പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ഈ ഒരു പെർസെൻറ്റേജ് ഗ്രേറ്റർ ദാൻ 50 ആണെങ്കിൽ പാസ്ഡ് ആണ്, ലെസർ ദാൻ 50 ആണെങ്കിൽ ഫെയിൽഡ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ എടുത്തതേ ഉള്ളൂ. അതായത് ഓരോ ഇൻഡിവിജ്വൽ സബ്ജക്റ്റായിട്ട് ഞാൻ പറയുന്നില്ല. ടോട്ടൽ പെർസെൻറ്റേജ് മാത്രത്തിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇൻഡിവിജ്വൽ സബ്ജക്റ്റായിട്ട് പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, പെർസെൻറ്റേജ് ഗ്രേറ്റർ ദാൻ 50 പാസ്ഡ്, ലെസർ ദാൻ 50 ആണെങ്കിൽ ഫെയിൽഡ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ പാസ്ഡ് ഓർ ഫെയിൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈക്വൽ ടു കൊടുക്കുക. നമ്മൾ ഈഫ് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി പിന്നെ നമുക്ക് വരണം അത് പാസ്ഡ് ആണോ ഫെയിൽഡ് ആണോ. അപ്പം ഈഫ് എന്ന് കൊടുക്കുക. ഓക്കെ, ഓൾറെഡി ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു സംഭവം ആക്റ്റീവ് ആയിട്ടുണ്ട്. ഈഫ് ബ്രാക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ലോജിക്കൽ ടെസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പം പെർസെൻറ്റേജ് ഗ്രേറ്റർ ദാൻ 50. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു പെർസെൻറ്റേജ്, ഈ വൈശാഖിൻ്റെ നേർക്കുള്ള പെർസെൻറ്റേജ് ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു കോളം സെലക്ട് ചെയ്തിട്ടുണ്ട്, K7 സെലക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഗ്രേറ്റർ ദാൻ 50 ആണെങ്കിൽ, എന്നാണ് വേണ്ടത്, പാസ്ഡ് എന്ന് കാണിക്കണം. PASSED, പാസ്ഡ് അല്ലേ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഫെയിൽഡ് എന്ന്. അല്ലാണ്ട് നമ്മൾ ഇനി ലെസ് ദാൻ 50 എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഗ്രേറ്റർ ദാൻ 50 എന്ന് പറഞ്ഞാൽ ബാക്കി കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്ന പറഞ്ഞാൽ ലെസ് ദാൻ 50 അടുത്ത കണ്ടീഷനിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ 44 ആണ് ഫെയിൽഡ് എന്ന് കാണിക്കുന്നത്. 44 വൈശാഖിന് 44% കിട്ടിയത്. അപ്പോൾ ഇവിടെ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണെങ്കിൽ ഈ ഒരു വൈശാഖ് ഫെയിൽഡ് ആണ്, 44 ഫെയിൽഡ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ എല്ലാവരും കിട്ടും. ഓക്കെ, ഫോർമുല ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഈ K7 ഇവിടെ ഞാൻ പറയുന്നത് K7 എന്ന് കൊടുത്തു. ഇവിടെ ഒന്ന് K7 വരുന്നത് അല്ലേ. K7 ഗ്രേറ്റർ ദാൻ 50 ആണെങ്കിൽ, ഇത് ഗ്രേറ്റർ ദാൻ 50 ആണെങ്കിൽ പാസ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. അല്ലെങ്കിൽ ഫെയിൽഡ്, അല്ലെങ്കിലുള്ള കണ്ടീഷനാണ് കൊമേറ്റിട്ട് ബാക്കി കൊടുത്തത്, ഫെയിൽഡ്. അപ്പോൾ ഇത് ഡബിൾ കോട്ട്സ് തന്നെ കൊടുക്കണം കേട്ടോ. ടെക്സ്റ്റ് വരുമ്പോൾ ഡബിൾ കോട്ട്സ് തന്നെ നമ്മൾ കൊടുക്കണം. ഓക്കെ, ഫെയിൽഡ് അല്ലെങ്കിൽ പാസ്ഡ്. ഓക്കെ, അപ്പം ഈ ഒരു കണ്ടീഷൻ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം ഈ ഒരു കോളം നോക്കും. ഈ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചാൽ ഈ ഒരു കണ്ടീഷൻ നോക്കും. K7ലെ ഡാറ്റ 44 ഗ്രേറ്റർ ദാൻ 50 ആണോ? അല്ലെങ്കിൽ നേരെ ഫെയിൽഡിലേക്ക്, അതായത് രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ പാസ്ഡ് ആണെങ്കിൽ ആണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഓൾറെഡി ആയി 58 ഗ്രേറ്റർ ദാൻ 50 ആണ്. അപ്പോൾ പാസ്ഡ് എന്ന് വരും. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട്, രണ്ടാമത്തെ എക്സിക്യൂട്ട് ആവില്ല. ആ രീതിയിലാണ് വരുന്നത്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് നെസ്റ്റഡ് ഈഫാണ്. അതായത് ഈഫിൻ്റെ ഉള്ളിൽ തന്നെ അടുത്തൊരു ഈഫ് വരുന്നു എന്നുള്ള നെസ്റ്റഡ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ സെറ്റ് ഓഫ് കണ്ടീഷൻസാണ് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തത് പാസ്ഡ് ഓർ ഫെയിൽഡ് ആണെങ്കിൽ ഇവിടെ ഗ്രേഡാണ് നമുക്ക് അറിയേണ്ടത്, ഓരോരുത്തരും ഗ്രേഡ്. അപ്പോൾ ഞാൻ ചെറിയൊരു സെറ്റ് ഓഫ് ഡാറ്റയെ മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇവിടെ കണ്ടീഷൻ പറയുന്നത് പെർസെൻറ്റേജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ആണെങ്കിൽ ഗ്രേഡ് A +1, പിന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 ആണെങ്കിൽ A, അതുപോലെ തന്നെ 70 B, 60 C, 50 D, ലെസർ ദാൻ 50 ആണെങ്കിൽ F. അതായത് നമ്മൾ ചുരുക്കം പറഞ്ഞ ഈ ഒരു കണ്ടീഷൻസ് എല്ലാം
നമ്മൾ സ്പെസിഫൈ ചെയ്യണം ഈഫിൻ്റെ ഉള്ളിൽ ഓരോരോ ഈഫ് സെപ്പറേറ്റ് ഈഫ് ഒരു ഈഫിനുള്ളിൽ വേറൊരു ഈഫ് വരും. ആ രീതിയിൽ നെസ്റ്റഡ് ഈഫ് എന്ന് ഉദ്ദേശിച്ചത്. ലാസ്റ്റത്തെ കണ്ടീഷൻ മാത്രം നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സിംപിളി എഫ് ഇട്ട് കൊടുത്താൽ മതി. ലാസ്റ്റ് കണ്ടീഷനിൽ എഫ് ഇട്ട് കൊടുത്താൽ ലാസ്റ്റ് കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് എഫ് ഇട്ട് കൊടുത്താൽ അത് നമുക്ക് കാണാം എങ്ങനെ ചെയ്യുന്നതെന്ന്. ഈക്വൽ ടു ആ ഗ്രേഡിലെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രേഡ് ഈക്വൽ ടു ഈഫ് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ പെർസെൻറ്റേജ് അല്ലേ, പെർസെൻറ്റേജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ആണെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടത്? എ പ്ലസ് എന്ന് ഇടണം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ആണെങ്കിൽ എ പ്ലസ് എന്നിടുമോ, എ പ്ലസ് എന്നിടുമോ. ഇനി അടുത്ത കണ്ടീഷൻ തുറക്കണം. കാരണം അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ക്ലോസ് ആയി പോകുന്ന രീതിയിലാണ് നമ്മൾ നേരത്തെ കണ്ടത് ഒരു ഈഫ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ. ഇനി രണ്ടാമത് ഇവിടുന്ന് 90 അല്ലെങ്കിൽ അടുത്ത കണ്ടീഷനിലേക്ക് പോകുന്ന രീതിയിലേക്കാണ്, അതായത് അടുത്ത ഈഫ് കൊടുക്കണം. ഓക്കെ, അതിനാണ് നമ്മൾ നെസ്റ്റിങ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അടുത്ത വീണ്ടും കേട്ടനിലേക്ക് അത് ഈ ഒരു ഈ ഒരു സെൽ വാല്യൂവിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 ആണെങ്കിൽ എന്താണ് വരേണ്ടത്? ഗ്രേഡ് എ. ഓക്കെ, ഇനി നെക്സ്റ്റ് വീണ്ടും കേട്ടൻ. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി അവിടെ ക്ലിക്ക് ചെയ്യാനുള്ള സ്പേസ് ഇല്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഈഫ് വീണ്ടും കൊടുക്കും. എന്നിട്ട് വീണ്ടും കേട്ടനിലേക്ക് കൊടുക്കും. കേട്ടൻ ഉള്ള കോളം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70 ആണെങ്കിൽ ഗ്രേഡ് ബി. വീണ്ടും അടുത്ത ഈഫ് കണ്ടീഷൻ, വീണ്ടും കേട്ടൻ തന്നെ. കേട്ടൻ ടൈപ്പ് കൊടുത്താലും മതി, അവിടെ തന്നെ പോയിട്ട് ക്ലിക്ക് ചെയ്യണമെന്നില്ല. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70 കഴിഞ്ഞാൽ 60 ആണെങ്കിൽ സി. വീണ്ടും അടുത്ത കണ്ടീഷൻ ഈഫ് K10 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 ആണെങ്കിൽ ഗ്രേഡ് എന്താ വരേണ്ടത്? ഡി. ഇനി ലാസ്റ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ ഇവിടുന്നുള്ള കണ്ടീഷൻ. അല്ലെങ്കിൽ എന്നുള്ള കണ്ടീഷൻ നമ്മൾ ജസ്റ്റ് എന്താണ് ഇട്ടത്? എഫ് എന്ന് ഇട്ട് കൊടുത്താൽ മതി. ലാസ്റ്റ് കണ്ടീഷൻ ഇതൊന്നും അല്ലെങ്കിൽ എഫ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ പിന്നെ ക്ലോസ് ചെയ്യാം. ബ്രാക്കറ്റ് ക്ലോസ് എന്ന് ശ്രദ്ധിക്കുന്ന പറഞ്ഞാൽ ഇവിടെ കുറേ ബ്രാക്കറ്റ് ഉണ്ടാവും. 1 2 3 4 5 കണ്ടീഷനായിട്ട് നമ്മൾ ഓൾറെഡി ഈ 1G ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓൾറെഡി ഓപ്പൺ ആക്കിയിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലോസ് ചെയ്യണം. ലാസ്റ്റ് അത് നമ്മളെല്ലാം ജസ്റ്റ് ക്ലോസ് ചെയ്യണം. ഓക്കെ, 2 3 4 5. ഓക്കെ, ബ്ലാക്ക് വന്നിട്ടുണ്ടല്ലോ. ഇവിടെ കളർ ഇൻഡിക്കേഷൻ ചെറുങ്ങനെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ അല്ലെങ്കിലും വേറെ പ്രശ്നമൊന്നുമില്ല, അത് ഓട്ടോമാറ്റിക്കലി അത് കറക്റ്റ് ആയിക്കോളും. അപ്പോൾ കളർ ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ? ലാസ്റ്റ് ബ്ലാക്ക് ആണ്, അപ്പോൾ ബ്ലാക്ക്. ഓക്കെ, എഫ് എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എഫ് ഗ്രേഡാണ് 44% ഉള്ള ആൾക്കാർക്ക് കിട്ടിയത്. 44% കിട്ടിയ ആൾക്ക് എഫ് ഗ്രേഡ്. അപ്പോൾ ഇവിടുന്ന് ഡ്രാഗ് ചെയ്താൽ ഓരോരുത്തരെയും ഗ്രേഡ് കിട്ടും. കണ്ടോ? മോഹനുള്ള ഗ്രേഡ് ഡി, സോന എ പ്ലസ്, സൗമ്യ സി, ജോർജ് എ. ആ രീതിയിൽ കിട്ടുന്നത് ഗ്രേഡ്. ഓക്കെ, അപ്പോൾ നമ്മളിത് കറക്റ്റാണെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം വേണമെങ്കിൽ. ജോർജിനെ എടുക്കാം. ഓക്കെ, ജോർജിന് ഇപ്പോൾ 85% മാർക്കാണ് ഉള്ളത്. 85 എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 80. എ ഗ്രേഡ് എ വരുന്നത്. ഓക്കെ, ഗ്രേഡ് എ കറക്റ്റാണല്ലോ. അപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മൾ നോക്കിയാൽ നമുക്ക് കണ്ടീഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഈക്വൽ ടു കൊടുത്തിട്ട് ഈഫ് ഉണ്ടോ? ഈഫ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 90 ആണെങ്കിൽ എ പ്ലസിലേക്ക് പോകും. അല്ലെങ്കിൽ എന്നുള്ള കണ്ടീഷൻ ഓൾറെഡി ഇവിടെ വന്നു. 85 അല്ല കിട്ടിയത്. 85 ഗ്രേറ്റർ അല്ലല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു കണ്ടീഷന് പകരം രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് പോകും. രണ്ടാമത്തെ കണ്ടീഷനിൽ 85 ഗ്രേറ്റർ ദാൻ അതെ ഗ്രേറ്റർ ദാൻ ആണ്. അങ്ങനെ നേരെ എയിലേക്ക് പോയി. ആ രീതിയിലാണ് കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. സം ഈഫിൽ ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അല്ല, വേറെ എക്സാമ്പിളാണ്. പ്രോഡക്ട്സും പ്രോഫിറ്റും. അതായത് ഓരോ പ്രോഡക്റ്റ് സെല് ചെയ്യുമ്പോൾ ഇത്ര പ്രോഫിറ്റ് എന്ന് കുറേ പ്രാവശ്യം. അതായത് പാൻറ്റ് സെല് ചെയ്തിട്ടുണ്ട്, ഷർട്ട് സെല് ചെയ്തിട്ടുണ്ട്, ടീഷർട്ട് സെല് ചെയ്തിട്ടുണ്ട്. അത് ഓരോ തവണയായിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിൽ നിന്ന് കിട്ടേണ്ട ഡാറ്റ എന്താണെന്ന് പറഞ്ഞാൽ പ്രോഡക്ട്സ് ടോട്ടൽ പ്രോഫിറ്റ് ഫോർ ഈച്ച് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കുറേ ഷർട്ട് സെല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് ഷർട്ട് മാത്രം വിറ്റിട്ട് എത്ര ടോട്ടൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്, പാൻറ്റ് മാത്രം വിറ്റിട്ട് എത്ര പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്, ടീഷർട്ടിൽ നിന്ന് മാത്രം എത്ര പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്, ടോട്ടൽ പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നിന്ന് ഇത് ഓരോന്ന് തപ്പിയിട്ട് ആഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ സം ഈഫ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് എങ്ങനെ ഫോർമുല കൊടുത്തിട്ട് എങ്ങനെ നമുക്ക് ആ ഡാറ്റ എടുക്കാമെന്ന് നോക്കാം.
ഈക്വൽ ടു കൊടുക്കുക സം ഈഫ് എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റിൽ ഉണ്ട് കൊടുക്കുക സം ഈഫ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ ഓട്ടോമാറ്റിക് പറയുന്നുണ്ടോ റേഞ്ച് ക്രൈറ്റീരിയ സം റേഞ്ച്. ഓക്കെ, ആദ്യം ചോദിക്കുന്ന റേഞ്ചാണ്, എന്താണ് നമ്മളെ റേഞ്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളെ റേഞ്ച് എന്താണെന്ന് പറഞ്ഞാൽ ഓക്കെ ഇതാണ് നമ്മളെ റേഞ്ചായിട്ട് പറയുന്നത് സം. ഓക്കെ, സമ്മർ ചെയ്യേണ്ട റേഞ്ച് ഇത് നമുക്ക് സമ്മ ചെയ്യാൻ പറ്റിയ സാധനം ഈ നമ്പേഴ്സ് മാത്രമല്ല സമ്മ ചെയ്യുക, എല്ലാം ടെക്സ്റ്റ് നമുക്ക് സമ്മ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പം ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടോ റേഞ്ച് ഏതാണ് നമുക്ക് വേണ്ടത്, ക്രൈറ്റീരിയ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്രൈറ്റീരിയ റേഞ്ച് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതാദ്യം സെലക്ട് ചെയ്യും, ഇതാണ് നമ്മൾ ക്രൈറ്റീരിയ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് എന്നാ ക്രൈറ്റീരിയ, ഇത് ക്രൈറ്റീരിയൻ്റെ റേഞ്ച്. നെക്സ്റ്റ് വരുന്ന കോമയിട്ടിട്ട് ക്രൈറ്റീരിയ എന്നാണ്, നമ്മൾ ക്രൈറ്റീരിയ എന്നാണ് ഷർട്ടാണ്. ഓക്കെ, ഷർട്ടല്ലേ. ഓക്കെ, ഷർട്ട് കൊടുക്കാം. ഷർട്ട്. ഓക്കെ, ക്രൈറ്റീരിയ ഷർട്ടാണ്. ഷർട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് എനിക്ക് വേണ്ടത്. ഷർട്ടിൽ എത്ര പ്രോഫിറ്റ് കിട്ടും, ടോട്ടൽ എത്ര, ഇത്രയും ഷർട്ട് വിറ്റിട്ട് എത്ര പൈസ കിട്ടിയെന്ന് കാണിക്കേണ്ടത്. ഓക്കെ, ഷർട്ടിൻ്റെ ക്രൈറ്റീരിയ. ഈ ഒരു ക്രൈറ്റീരിയ റേഞ്ചിൽ ക്രൈറ്റീരിയ നമ്മൾ കൊടുക്കുന്നത് ഷർട്ടാണ്. അപ്പോൾ സമ്മെന്നാണ് കൊടുക്കേണ്ടത്, സമ്മെന്നാണ് കൊടുക്കേണ്ടത് ഈ ഒരു പ്രോഫിറ്റ്. ഓക്കെ, ഈ ഒരു റേഞ്ച് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാൻ എൻ്റർ ചെയ്യാം. അപ്പോൾ 650. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം അത് കറക്റ്റ് ആവുന്നു. ഷർട്ട്. ഓക്കെ, രണ്ടാമത്തെ ഷർട്ട്, മൂന്നാമത്തെ ഷർട്ട്. ഓക്കെ, ഇത് മൂന്ന് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. കൺട്രോൾ പ്രസ് ചെയ്തിട്ടാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടോ സമ്മ ഉണ്ടോ 650, കറക്റ്റാണ്. അപ്പോൾ ഷർട്ടിന് 650 റുപ്യ ഷർട്ട് വീട്ടിൽ ടോട്ടലായിട്ട് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് 650 ആണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ പാൻറ്റിനെ നമുക്ക് കണ്ടുപിടിക്കാം. ഈക്വൽ ടു സം ഈഫ് ബ്രാക്കറ്റിൽ സമ്മിൻ്റെ റേഞ്ച്, ഇത് ക്രൈറ്റീരിയ റേഞ്ച്. ഫസ്റ്റ് ഇതാണ് ക്രൈറ്റീരിയ റേഞ്ച്. നെക്സ്റ്റ് എന്നാ പറയുന്നത്, ഇത് ടെക്സ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഡബിൾ കോഡ്സ് ഇടുന്നു കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് പാൻസ്, TS പാൻസ്. ഓക്കെ, കോമ ഏതാ നമുക്ക് സമ്മ് ചെയ്യേണ്ടത്, പ്രോഫിറ്റ്. ബ്രാക്കറ്റ് ക്ലോസ് എൻ്റർ ചെയ്യും. 900. അതുപോലെ ടീഷർട്ടിൻ്റെ പ്രോഫിറ്റ് എത്രയാണ് നമുക്ക് നോക്കണം. ഓക്കെ, ഈക്വൽ ടു സം ഈഫ് ബ്രാക്കറ്റിൽ ഫസ്റ്റ് റേഞ്ച് കൊടുക്കുക. ക്രൈറ്റീരിയൻ്റെ എത്ര റേഞ്ചില്ല എന്നുള്ള സാധനങ്ങളാണ് സെലക്ട് ചെയ്യേണ്ടത്, നോക്കേണ്ടത്, ചെക്ക് ചെയ്യേണ്ടത്. കോമ ക്രൈറ്റീരിയ എന്താണെന്ന് ഇവിടെ ടീഷർട്ട് അല്ലേ, ടീഷർട്ട് എന്നല്ല ഇവിടെയുള്ള പോലെ തന്നെ നമ്മൾ കൊടുക്കണം. അതായത് ഈ ഒരു ഏരിയയിലുള്ള പോലെ തന്നെ, ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അത് തെറ്റും. അതൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഒരു ഇടയ്ക്കൊരു സ്പേസ് വന്നപ്പോൾ ഒരു തെറ്റേണ്ട ചാൻസ് ഉണ്ട്. ഓക്കെ, പ്രോഫിറ്റ് അവിടുത്തെ സം റേഞ്ച് പ്രോഫിറ്റ് എടുക്കും. ബ്രാക്കറ്റ് ക്ലോസ് എൻ്റർ ചെയ്യും. 750. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് നമുക്ക് നോക്കിയാൽ 2300. ഓക്കെ, അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ഒരു മെത്തേഡും കൂടിയുണ്ട്. ഇങ്ങനെ ഓരോന്ന് ഷർട്ട് എന്ന് ഓർത്ത് സെലക്ട് ചെയ്യാൻ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പാൻറ്റ് ടൈപ്പ് ചെയ്യണം അങ്ങനെ എന്ന് ഓർത്ത് ടൈപ്പ് ചെയ്യണം നിർബന്ധമില്ല. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ടൈപ്പ് ചെയ്യുന്നുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്കൊരു മെത്തേഡും കൂടിയുണ്ട്. അതായത് ഇവിടെ ഇപ്പോൾ ഷർട്ട് ഒന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, കറക്റ്റ്, ഇതൊന്ന് കറക്റ്റാണെന്ന് ചെക്ക് ചെയ്യണം. പാൻസ് ടീഷർട്ട്, ഇവിടെ ഷർട്ടല്ല, ഷർട്ട് എന്ന് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, ടീഷർട്ട്. ഓക്കെ, ഇതേ രീതിയിൽ ഇവിടെ വരണം. ഇനി ഞാൻ പറയാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. നമ്മൾ ഓരോന്നോരോന്ന് ഷർട്ട് അല്ലെങ്കിൽ പാൻറ്റ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മുന്നേത്തെ ക്ലാസ്സിൽ പഠിച്ച പോലെ തന്നെ നമ്മൾ ആദ്യം ഇതിൻ്റെ അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സമീഫ് കൊടുക്കുക. എന്നിട്ട് റേഞ്ച്, നമ്മളെ റേഞ്ച് ഫസ്റ്റ് റേഞ്ച് ക്രൈറ്റീരിയൻ്റെ റേഞ്ച് എന്നാ ഇത് അല്ലേ, കോമ കൊടുക്കും. എന്നിട്ട് ഷർട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഷർട്ടല്ല നോക്കേണ്ടത്, ഷർട്ടിൻ്റെ പ്രോഫിറ്റ് എത്രയാണ്. അപ്പോൾ ഷർട്ട് ഇവിടെ ഈ ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്യാൻ മതി. ഓക്കെ, കോമ ഇടുക. ഇനി സം റേഞ്ച് എന്നാ ഇത്. ഓക്കെ, ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ഒരു പ്രശ്നം ഞാൻ ലോക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു, സെൽ വാല്യൂവിൻ്റെ ലോക്കിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ ഇതെടുത്ത് ഡ്രാഗ് ചെയ്താൽ ഇതെല്ലാം താഴോട്ടേക്കെല്ലാം പോകും. ഈ ഒരു ഓട്ടോമാറ്റിക്കലി അടുത്ത സെല്ലിലേക്കെല്ലാം പോകേണ്ട ചാൻസ് ഉണ്ട് ഡാറ്റ ഗ്രാബ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് ഈ സെല്ല് ലോക്ക് ആണോ, ഈ ഒരു ലോക്ക് ആണോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഓൾറെഡി C5 മുതൽ C13 ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ എനിക്ക് ലോക്കാക്കി കിട്ടണം. ഓക്കെ, അത് മാറാൻ പാടില്ല. അടുത്ത സെല്ലിലേക്ക് ഇനി ഡ്രാഗ് ചെയ്യുമ്പോൾ അത് മാറാൻ പാടില്ല.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് F4 വെച്ചിട്ട് ലോക്ക് ചെയ്യണം. ഇവിടെയും ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് കീബോർഡിൽ F4 പ്രസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു സെൽ വാല്യൂ ഇവിടെ ലോക്ക് ആക്കിയിട്ടുണ്ട്. ഈ ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് ലോക്ക് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ F6 എനിക്ക് ഷർട്ടാണല്ലോ F6 വരുന്നത്, ഷർട്ട് കൊടുത്തിട്ടുണ്ട്, ഷർട്ടിൻ്റെ ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ D5 D13 അതും നമുക്ക് ലോക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ അടുത്ത സെക്ഷനിലേക്ക് പോകേണ്ട ആൻസർ. അപ്പോൾ ഇവിടെയും ലോക്ക് ചെയ്യാം F4. ഓക്കെ, ക്രൈറ്റീരിയ റേഞ്ച് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രൈറ്റീരിയ എന്നാന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ നമ്മൾക്ക് ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എനിക്ക് ഓട്ടോമാറ്റിക്കലി അടുത്ത ക്രൈറ്റീരിയയിലേക്ക് പോകണം. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോഫിറ്റും ലോക്ക് അതുപോലെ തന്നെ ഈ ഒരു ഏരിയ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലുള്ള ഡാറ്റ മാത്രമേ എനിക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഇത് എൻ്റർ ചെയ്യാം. 650 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് രണ്ടും ഡിലീറ്റ് ചെയ്യാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വെക്കുന്നു, ഇവിടുന്ന് ജസ്റ്റ് ഞാൻ ഡ്രാഗ് ചെയ്യുന്നു, എന്നാ സംഭവിക്കുന്നു. ഓക്കെ, 900. അതായത് പാൻറ്റിന് നിങ്ങൾ നേരത്തെ കണ്ട അതേ ആൻസർ 900 പാൻറ്റിൻ്റെ കണ്ടോ ഓട്ടോമാറ്റിക്കലി. ഞാൻ പറഞ്ഞ ലോക്കിംഗ് അല്ല ഇപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ലോക്കിംഗ് സിസ്റ്റം. കാരണം കണ്ടോ ഇതൊരു സെല്ല് ലോക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് മാത്രം ലോക്ക് ചെയ്തില്ല, കാരണം ഇത് എനിക്ക് അടുത്ത കോളത്തിലേക്ക് പോകണം. ഓക്കെ, ഉണ്ടോ ഇവിടെ അങ്ങനെ തന്നെ ഇത് ടീഷർട്ടിലേക്ക് വന്നിട്ടുണ്ട്, പക്ഷേങ്കിൽ ഇപ്പോൾ അപ്പുറം ഇപ്പുറം മാറിയില്ല. അപ്പുറം ഇപ്പുറം ഈ ഒരു വാല്യൂ കറക്റ്റായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മളതിന് പഠിക്കാൻ പോകുന്നത് സം ഈഫ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ടുണ്ട്, നേരത്തെ പോലെ തന്നെയുള്ള എക്സാമ്പിളാണ്. പ്രോഡക്റ്റ്, കളർ, പ്രോഫിറ്റ്. അതായത് നേരത്തെ അതേപോലെ തന്നെ എക്സാമ്പിൾ, പക്ഷേ ഇവിടെ കളർ ആഡ് ചെയ്തു, ഒരു കണ്ടീഷൻ കൂടി കൂടുതൽ ആഡ് ചെയ്തു, കളർ. ഓക്കെ, നേരത്തെ പ്രോഫിറ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, പക്ഷേ ഇവിടെ പ്രോഫിറ്റും പ്രോഡക്റ്റും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഇവിടെ കളറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് വേണ്ട ഡാറ്റ എന്താണെന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഷർട്ടായിരിക്കണം, ഷർട്ടിൻ്റെ കളർ ബ്ലാക്ക് ആയിരിക്കണം, ബ്ലാക്ക് കളറിൽ എത്ര പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ബ്ലാക്ക് ഷർട്ടിൽ എത്ര നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്, വൈറ്റ് ഷർട്ടിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്, ബ്ലാക്ക് പാൻറ്റിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്, വൈറ്റ് പാൻറ്റിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്, ആ രീതിയിൽ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ തപ്പിപ്പിടിച്ചിട്ട് നമുക്ക് കുറേ ആഡ് ചെയ്ത് ഭയങ്കര പണിയായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞല്ലോ കുറേ സെറ്റ് ഓഫ് ഇങ്ങനെ ഒരുപാട് എമൗണ്ട് ഓഫ് ഡാറ്റ വരുമ്പോൾ നമുക്ക് ഈ ഒരു സം ഈഫ് എല്ലാം വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഡാറ്റ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുന്നു. ഈക്വൽ ടു കൊടുക്കുക, ടോട്ടൽ പ്രോഫിറ്റ് ഫോർ ഈച്ച് പ്രോഡക്റ്റ് അല്ലേ. ഓക്കെ, ഈക്വൽ ടു സം ഈഫ്സ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സം ഈഫ്സ് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സം ഈഫ്സ് കൊടുക്കുന്നുണ്ട്, നമുക്ക് വേണ്ടത് പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് കിട്ടണം. ഓക്കെ, അപ്പോൾ സം ഈഫ്സ് ബ്രാക്കറ്റിൽ ഇവിടെ പറയുന്ന പറഞ്ഞാൽ കുറച്ച് ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇവിടെ ആദ്യം തന്നെ സം റേഞ്ച് ചോദിച്ചിട്ടുണ്ട്, നേരത്തെ ലാസ്റ്റ് മാത്രം സം റേഞ്ച് എന്നാണ് ചോദിച്ചത്. ഇവിടെ ഫസ്റ്റ് തന്നെ സം റേഞ്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡിഫറൻസ് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. ഫസ്റ്റ് തന്നെ സം റേഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആഡ് ചെയ്യേണ്ടി എന്നാൽ അതാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. ഓക്കെ, എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് എന്നാൽ കിട്ടും. ആ ഒരു ആഡ് ചെയ്യേണ്ട സെക്ഷൻ ഒരു റേഞ്ചാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കിത് ആ പ്രോഫിറ്റ് ആണല്ലോ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം. ഓക്കെ, അപ്പം സം റേഞ്ച് കൊടുത്തിട്ടുണ്ട്, അതെല്ലാം കൂടി ആഡ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമ്മൾ കണ്ടീഷൻസ് ബേസ് ചെയ്യും. ഒന്നാമത്തെ കണ്ടീഷൻ എന്തായിരിക്കണം, ഷർട്ട് എന്നുള്ള കണ്ടീഷൻ അല്ലേ. ഷർട്ട് എന്നുള്ള കണ്ടീഷനിലെ അടുത്ത സാധനം. ഓക്കെ, ഓക്കെ, റേഞ്ച് ക്രൈറ്റീരിയൻ്റെ റേഞ്ച് സെലക്ട് ചെയ്തു. ഓക്കെ, അതിൻ്റെ അകത്ത് എന്തായിരിക്കണം, ഷർട്ടായിരിക്കണം. ഓക്കെ, ഷർട്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്, കളറ്. അപ്പം വീണ്ടും ഈ ഒരു ക്രൈറ്റീരിയ റേഞ്ച് സെലക്ട് ചെയ്യാം. ഓക്കെ, എന്തായിരിക്കണം കളറ്, ബ്ലാക്ക്. ഇതിൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, എൻ്റർ ചെയ്യാം. 1500. ഓക്കെ, ഈ ഒരു ഡാറ്റ നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി തപ്പേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ അത് കൺഫേം ചെയ്യണ്ടെങ്കിൽ നമുക്ക് വേണ്ടിക്ക് തപ്പിയിട്ട് എടുക്കാം, മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ വേണ്ടിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഫിൽറ്റർ എടുത്തിട്ട് ഷർട്ട് മാത്രം ഒന്ന് സെലക്ട് ചെയ്യാം. ബ്ലാക്ക് അല്ല പറഞ്ഞത്, ബ്ലാക്ക് മാത്രം സെലക്ട് ചെയ്യാം. ഇതെല്ലാം കൂടി എത്ര കൂടി, ഷർട്ട് ബ്ലാക്ക് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് എത്രയായി, 1500. ഓക്കെ, കറക്റ്റാണ്, നമ്മളെ ആൻസർ കറക്റ്റാണ്. അപ്പോൾ അത് നോക്കേണ്ട പ്രത്യേകിച്ച് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചിരുന്നല്ലോ 1500 ഉണ്ടോ. ഇനി നെക്സ്റ്റ് വൈറ്റാന്ന് പറഞ്ഞത്, വൈറ്റ് ഷർട്ട് എത്ര പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഓരോന്നോരോന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സെൽ വാല്യൂകൾ കൃത്യമായിട്ട് ലോക്ക് ചെയ്തിട്ട് ചെയ്യുന്നതാണെങ്കിൽ വലിയൊരു കുഴപ്പം വരുന്നില്ല.
നമുക്ക് സെൽ വാല്യൂ ലോക്ക് ചെയ്തിട്ട് എന്നാൽ ചെയ്യാം. ഇവിടെ തന്നെ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒന്നും കൂടി നമുക്കിത് ചെയ്യാം. ഓക്കെ, അപ്പം ഇവിടെ ഷർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഓരോന്നോരോന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഷർട്ട് വൈറ്റ് എന്നെല്ലാം പറഞ്ഞു, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പുറത്തെ സെല്ല് കൃത്യമായിട്ട് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോയെന്ന്. ഷർട്ട് ബ്ലാക്ക്, ഓക്കെ, ഷർട്ട് വൈറ്റ്, ഇത് നമ്മൾ കറക്റ്റായിട്ട് മാച്ച് ആണോ ഇല്ലെങ്കിൽ തെറ്റും. കാരണം ഈ ഒരു വാല്യൂ ആണ് കമ്പ്യൂട്ടർ ഈ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു വാല്യൂ ചെക്ക് ചെയ്യുന്നത്. ബ്ലാക്ക് വൈറ്റ് ഷർട്ട്, പാൻസ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഈക്വൽ ടു സം ഈഫ്സ് കൊടുക്കും. ബ്രാക്കറ്റിൽ സമ്മ് ചെയ്യേണ്ട റേഞ്ച് അല്ലേ, സമ്മ് ചെയ്യേണ്ട റേഞ്ച് കൊടുത്തു. ഇത് നമ്മളെന്ന് ചെയ്യേണ്ടത് ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോക്ക് ചെയ്യാം. F4 വെച്ചിട്ട് ലോക്ക് ചെയ്യാം. കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ട് വലിയും. അപ്പോൾ ഫസ്റ്റ് ആ സെല്ല് ലോക്ക് ചെയ്യാം. ഓക്കെ, സമ്മ് ചെയ്യേണ്ട റേഞ്ച് എന്ന് ലോക്ക് ചെയ്ത് വെക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് കോമ ഇട്ടിട്ട് ഫസ്റ്റ് ക്രൈറ്റീരിയ എന്താണ് വരുന്നത്, പ്രോഡക്റ്റിൻ്റെ ക്രൈറ്റീരിയ അല്ലേ. പ്രോഡക്റ്റിൻ്റെ റേഞ്ച് സെലക്ട് ചെയ്യുക. പ്രോഡക്റ്റിൻ്റെ റേഞ്ചും അതേപോലെ തന്നെ ലോക്ക് ചെയ്യുക. F4 ക്ലിക്ക് ചെയ്തിട്ട് കീബോർഡിൽ F4 പ്രസ് ചെയ്യുക, ലോക്ക് ചെയ്യുക. എന്നിട്ട് കോമ ഇടുക. എന്നിട്ട് എന്താണ് ക്രൈറ്റീരിയ എന്ന് നമ്മൾ കൊടുക്കണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഷർട്ട് എന്നുള്ള ക്രൈറ്റീരിയ ആണ് ആദ്യത്തെ, ഡബിൾ കോഡ്സ് അറിയേണ്ട അടിച്ചു പോയി കേട്ടോ. ഓക്കെ, ഷർട്ട് എന്നുള്ള ക്രൈറ്റീരിയ നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, ഷർട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഡബിൾ കോഡ്സ് ഞാൻ അറിയാണ്ട് ഇട്ട് പോയതോ. ഷർട്ട് എന്നൊരു സെല്ല് വാല്യൂയിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, പ്രോഡക്റ്റ് ഷർട്ടിൻ്റെ ഓക്കെ ക്രൈറ്റീരിയ വെച്ചിട്ടുള്ള. ഇനി അടുത്ത കളറിലെ കംപ്ലീറ്റ് കളറിൻ്റെ ക്രൈറ്റീരിയ റേഞ്ച് സെലക്ട് ചെയ്യുക. അതും അതേപോലെ തന്നെ ലോക്ക് ചെയ്യുക. ഓക്കെ, എന്താ കളർ വേണ്ടത്, ബ്ലാക്ക്. ഈ ഒരു സെല്ല് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, എൻ്റർ. 1500 വന്നിട്ടുണ്ട്, കറക്റ്റാണല്ലോ. ഇനി നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് പറയാം, ഇവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഷർട്ട് വൈറ്റിൻ്റെ ആണെങ്കിൽ 450. അതായത് നമുക്ക് ഇതൊന്നും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പക്ഷേ സെൽ വാല്യൂ ഒന്ന് ലോക്ക് ചെയ്യണമെന്നേ ഉള്ളൂ, വേറെ ഒന്നും പ്രശ്നമില്ല. ലോക്ക് ചെയ്യണം, അത്രയേ ഉള്ളൂ. കണ്ടോ, ഇത് ഓട്ടോമാറ്റിക്കലി ലോക്ക് ചെയ്യാത്ത സ്ഥലങ്ങളിൽ അടുത്ത സെക്ഷനിലേക്ക് പോയിട്ടുണ്ട്. കണ്ടോ, ഷർട്ട് വൈറ്റ് എന്നുള്ള കണ്ടീഷനിലേക്ക് വന്നിട്ടുണ്ട്. പാൻസ് ഉണ്ടോ, ബ്ലാക്ക് എന്നുള്ള രീതിയിൽ. പിന്നെ അങ്ങനെ കറക്റ്റായിട്ട് പോകും. പിന്നെ വേറെ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ടോട്ടൽ ജസ്റ്റ് വാല്യൂ ടോട്ടൽ എത്രയാണെന്ന് വരുന്നത് നോക്കാം. 6900 വരുന്നുണ്ട്. ഇവിടെയും ടോട്ടൽ എടുത്ത് നോക്കിയാലോ, 6900 വരുന്നുണ്ട്. ഓക്കെ, അഡ്വാൻസ്ഡ് എക്സൽ ഫോർമുലാസ് ആയ ഈഫ്, നെസ്റ്റഡ് ഈഫ്, സം ഈഫ്സ് എന്നിവയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് പഠിച്ചത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു.